കനത്ത ചൂടിനോടും നോ പറയൂ. AC, കൂളറുകളെല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ എക്സ്ചേഞ്ച് സൗകര്യത്തോടെ. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്. ചോക്കാട് വാളക്കുളം ഫർണിച്ചർ ഷോപ്പിൽ തീപിടുത്തം. തീ സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് പടർന്നത് പരിഭ്രാന്തി പരത്തി. നിലമ്പൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരും ഫർണിച്ചർ ഷോപ്പിലെ ജീവനക്കാരും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ തീ അണച്ചു. ഫർണിച്ചർ ഷോപ്പിലെ മെഷീനുകളിൽ നിന്നും സ്പാർക്ക് ഉണ്ടാവുകയും മരപ്പൊടിയിൽ തീ പടരുകയും ചെയ്തതാണ് തീ വലിയ തോതിൽ ആളിക്കത്താൻ കാരണം. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് തീ പടർന്നത്. ഇത് പെട്ടെന്ന് നിയന്ത്രിക്കാനായതിനാൽ വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാനായി. കരുളായി സ്വദേശി പനോലൻ സക്കീർ എന്ന കുഞ്ഞുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഫർണിച്ചർ ശാല. സ്ഥാപനത്തിലെ മെഷീനുകളിൽ നിന്നുള്ള തീപ്പൊരി പുകക്കുഴലിലൂടെ പുറത്തു കടന്ന് മരപ്പൊടിക്ക് തീപിടിച്ചതാവാമെന്നാണ് കരുതുന്നത്. ഏറെ സാഹസപ്പെട്ടാണ് ഫയർഫോഴ്സ് ജീവനക്കാരും ഫർണിച്ചർ ഷോപ്പിലെ തൊഴിലാളികളും ചേർന്ന് തീയണച്ചത്. തീ ആളിപ്പടരുന്നത് നിയന്ത്രിക്കാനായത് വലിയ ആശ്വാസമായി. നിലമ്പൂർ ഫയർ ആൻഡ് റെസ്ക്യൂ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ യൂസഫ് അലിയുടെ നിർദ്ദേശപ്രകാരം സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എ മാർക്കോസ്, ഫയർമാൻമാരായ എ ശ്രീരാജ്, കെ സഞ്ജു, കെ അനൂപ്, പി മുഹമ്മദ് ഷാഫി, ഹോംഗാർഡ് കെ ഗോപാലകൃഷ്ണൻ എന്നിവരാണ് തീയണച്ചത്. പൂക്കോട്ടുംപാടം KSCB സെക്ഷൻ ഓഫീസിലെ ജീവനക്കാരും സ്ഥലത്തെത്തി. 100 കണക്കിന് അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇത് 2ാം തവണയാണ് തീപിടുത്തമുണ്ടാകുന്നത്. ആദ്യമുണ്ടായ തീപിടുത്തത്തിൽ കോടികളുടെ ഫർണിച്ചറുകളും മെഷീനുകളും കത്തി നശിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. ഇറ്റ്സ് ഡയമണ്ട് ടൈം നൗ. സഫ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു മിൻസ് ഡയമണ്ട് എക്സിബിഷൻ ആൻഡ് സെയിൽ. ഇന്ന് തന്നെ സന്ദർശിക്കൂ. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറന്റ് ബൈ ഡിസൈൻസ്.